ഹായ് മക്കളെ, നിങ്ങളുടെ ശ്രീലക്ഷ്മി മിസ്സാണ്. വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. നിങ്ങൾ എല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണല്ലേ. എക്സാമിന് 100% ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ ലച്ചു മിസ് വന്നിരിക്കുന്നത്. ഈ ഒരു ടോപ്പിക് പഠിക്കാതെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, എക്സാം ഹാളിലേക്ക് പോകരുത്. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്നറിയോ, 10 മാർക്ക് മുതൽ 14 മാർക്ക് വരെ പല ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടും ഇനി ചില ക്വസ്റ്റ്യനുകളുടെ ഇന്റർ ഓപ്ഷൻസ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഐസോമറിസം. ഐസോമറിസം എന്ന് പറഞ്ഞ ടോപ്പിക് വളരെ സിമ്പിൾ ആയിട്ട് കരുതരുത്. കാരണം നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരാനും തെറ്റുകൾ സംഭവിക്കാനും ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. മാത്രമല്ല, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി, എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഈ ഐസോമറിസം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ടീച്ചർ എന്ത് ചെയ്തിരിക്കുന്നത്, പല മക്കളും ചോദിച്ചു മാം ഈ ഒരു ഭാഗം ഒന്നും കൂടി പറഞ്ഞു തരുമോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് തന്നെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്നത്തെ കോണ്ടന്റ് വീഡിയോയുടെ അത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഐസോമറിസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നത്, ദ കോമ്പൗണ്ട്സ് വിച്ച് ആർ ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചറൽ ഫോർമുലയാണ് അല്ലേ. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന സ്ട്രക്ചേഴ്സ് നോക്കിക്കേ, രണ്ടും ഒരേ സ്ട്രക്ചർ ആണോ? അല്ല. ഒന്ന് സ്ട്രെയിറ്റ് ചെയിൻ ആണ്, ഒന്ന് എന്താണ്, ബ്രാഞ്ച് ടൈപ്പ് ആണ്. എന്നാൽ ഇതിന്റെ മോളിക്കുലർ ഫോർമുലാസിന്റെ പ്രത്യേകത എന്താണ്, ഈ രണ്ടാളും നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് മോളിക്കുലർ ഫോർമുല നമുക്ക് വരുന്നത് ഇത് C4H10 എന്നാണ് നമുക്ക് വരുന്നത് അല്ലെ. നോക്കിക്കേ നിങ്ങൾ, 1 2 3 4 4 കാർബൺ, 3 4 5 6 7 8 9 10. അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്യുന്ന സമയത്തും നമുക്ക് കാർബണിന്റെയും ഹൈഡ്രജന്റെയും കൗണ്ട് വരുന്നത്. അതായത് both the compounds are having same molecular formula but the structures are different. Okay, നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് എത്ര ഐസോമേഴ്സ് ആണ്. നമുക്ക് ചെയിൻ ഐസോമർ പഠിക്കാനുണ്ട്, ഫങ്ഷണൽ ഐസോമർ പഠിക്കാനുണ്ട്, പൊസിഷൻ ഐസോമർ പഠിക്കാനുണ്ട്, ആൻഡ് ഓൾസോ മെറ്റാമറിസം which is an important isomer. Okay, അപ്പൊ കറക്റ്റ് ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എക്സാമിന് ചോദിക്കുന്ന സമയത്ത് അത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ് ചെയിൻ ഐസോമറിസം. ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് രണ്ട് സ്ട്രക്ചേഴ്സിലും കാർബണും ഹൈഡ്രജനും മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ദാർ ഇസ് നോ കൈൻഡ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് അല്ലെ, ഒരു ഫങ്ഷണൽ ഗ്രൂപ്പും ഇല്ല. അപ്പൊ ഈ ഒരു കാറ്റഗറിനെ നമുക്ക് ഏത് കാറ്റഗറി ആയിട്ട് മാറ്റാം, ചെയിൻ ഐസോമറിസത്തിന്റെ കാറ്റഗറി ആയിട്ട് മാറ്റാം. അപ്പൊ ചില ആളുകൾ ചോദിക്കും മാം നമ്മൾ ഡെഫിനിഷൻ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഒബ്വിയസ്ലി ഐസോമറിസം ഡിഫൈൻ ചെയ്യാനും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഡെഫിനിഷനും ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിനിഷനും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞ് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതി. എങ്ങനെ എഴുതാം, കോമ്പൗണ്ട്സ് വിച്ച് ആർ ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫർ ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദ കാർബൺ ചെയിൻ. കാർബൺ ചെയിനിലാണ് എന്ത് വരുന്നത്, കാർബൺ ചെയിന്റെ സ്ട്രക്ചറിലാണ് ഡിഫറൻസ് വരുന്നത്. അത് മാത്രം മെൻഷൻ ചെയ്താൽ മതി. ആ ഡെഫിനിഷനുള്ള ഫുൾ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. എന്താണ്, ഒരേ തന്മാത്ര സൂത്രമുള്ളതും എന്നാൽ കാർബൺ ചെയിനിന്റെ ഘടനയിൽ വ്യത്യാസം പുലർത്തുന്നതുമായ കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചെയിൻ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഏത് കാറ്റഗറിയിൽ വന്നു, ചെയിൻ ഐസോമേഴ്സിന്റെ കാറ്റഗറിയിൽ വന്നു. അങ്ങനെയാണെങ്കിൽ ഈ തന്നത് ചെയിൻ ഐസോമേഴ്സ് ആണോ? നന്നായിട്ട് നോക്കിക്കേ, കാർബണും ഹൈഡ്രജനും മാത്രമാണോ ഉള്ളത്? അല്ല, നമുക്കൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു അല്ലേ. ഏതാണ് ആ ഫങ്ഷണൽ ഗ്രൂപ്പ്, ഇറ്റ് ഇസ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. OH എന്ന് പറയുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. അതായത് ഈ രണ്ട് സ്ട്രക്ചറിലും സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്, എന്നാൽ പൊസിഷനിലാണ് മാറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം, അതിന്റെ മുന്നേ ഇത് ഐസോമർ ആണോ എന്ന് അറിയണമെങ്കിൽ മോളിക്കുലർ ഫോർമുല സെയിം ആണോ നമുക്ക് അറിയണം അല്ലേ. കൗണ്ട് ചെയ്ത് നോക്കിക്കേ, 3 കാർബൺ ആറ്റം, 3 4 5 6 7 8 ഹൈഡ്രജൻ ആറ്റം. അതായത് 3 കാർബൺ ആറ്റം ഉണ്ട്. നമുക്ക് പെന്നോണ്ട് എഴുതാം കേട്ടോ. 3 കാർബൺ ആറ്റം ഉണ്ട്. എത്ര ഹൈഡ്രജൻ ആറ്റം ആണ് ഉള്ളത്, നമുക്ക് 8 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഒരു ഓക്സിജൻ ആറ്റം ഉണ്ട്. അത് തന്നെയാണോ ഈ കോമ്പൗണ്ടിൽ 1 2 3 കാർബൺ ആറ്റം, 3 4 5 6 7 8 hydrogen atom and also 1 oxygen atom. That means both the structures are having same molecular formula but the structures are different and also the functional group in the positional മാറ്റം വന്നതുകൊണ്ട് these type of isomers are known as positional isomers. എന്താണ് വിളിക്കുന്നത്, പൊസിഷൻ ഐസോമേഴ്സ് എന്നാണ് വിളിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നത്, the structures അല്ലെങ്കിൽ the compounds which are having same molecular formula and same functional group but differ in the position of the functional group ആണ്. അതായത് സെയിം മോളിക്കുലർ ഫോർമുലയാണ്, സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്, എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷന്റെ ഡിഫറൻസ് വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, പൊസിഷണൽ ഐസോമർ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വി ആർ ഗോയിങ് ടു ദ അനദർ എക്സാമ്പിൾ. ഈ തന്നിരിക്കുന്ന എക്സാമ്പിളിനകത്ത് നിങ്ങൾക്ക് രണ്ടിലും എന്ത് കാണാം, ഫങ്ഷണൽ ഗ്രൂപ്പ്സ് കാണാം അല്ലെ. ഒന്നിൽ നമുക്ക് തന്നിരിക്കുന്നത് ഹൈഡ്രോക്സിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്, അടുത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് ഏതാണ്, ഈതർ ആണ് അല്ലെ തന്നിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ പ്രത്യേകത എന്താണ്, both are having same molecular formula but the functional groups are entirely different അല്ലേ. മോളിക്കുലർ ഫോർമുല സെയിം ആണ്, എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പേ മാറി. അങ്ങനെയുള്ള ആളുകളെ വിളിക്കുന്ന പേരെന്താണ്, they are known as functional isomers. Okay, എന്താണ് വിളിക്കുന്നത്, ഫങ്ഷണൽ ഐസോമേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇവരുടെ മോളിക്കുലർ ഫോർമുല നമുക്ക് എത്രയാണ് വരുന്നത്,
പറയുന്നത് നമുക്ക് 2 കാർബൺ ഉണ്ട്, 3, 4, 5, 6 ഹൈഡ്രജൻ ഉണ്ട്, 1 ഓക്സിജൻ ഉണ്ട്. കറക്റ്റ് ആണല്ലോ അല്ലെ? അപ്പൊ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് മോളിക്കുലർ ഫോർമുലയൊക്കെ തന്നിട്ട് അല്ലെങ്കിൽ സ്ട്രക്ചർ തന്നിട്ട് ഐസോമറിസം ചോദിക്കാറുണ്ട്. അപ്പൊ സ്ട്രക്ചർ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഫൈൻഡ് ദ മോളിക്കുലർ ഫോർമുലാസ്, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പെയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് കണ്ടെത്തുക കേട്ടോ. ഇതിനകത്ത് ഫങ്ഷണൽ ഗ്രൂപ്പേ മാറിയത് കൊണ്ടാണ് നമ്മൾ എന്ത് വിളിച്ചത്, ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് വിളിച്ചത്. എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും? ദ കോമ്പൗണ്ട്സ് ആർ ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആർ നോൺ ആസ് ഫങ്ഷണൽ ഐസോമേഴ്സ്. അതായത് നമ്മുടെ തന്മാത്രാ സൂത്രം ഒന്ന് തന്നെയാണെങ്കിലും അവയിലെ ഫങ്ഷണൽ ഗ്രൂപ്പുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അവ ഏതാണ്, ഫങ്ഷണൽ ഐസോമർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്. ഇനി ഇവിടെ നിങ്ങൾ എടുത്തു, നമ്മൾ നേരത്തെ പറഞ്ഞു OHും Oയും പറഞ്ഞു, അതേപോലെ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് CHOയും അതേപോലെ തന്നെ ഏതാണ്, COയും. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് OH ഫങ്ഷണൽ ഗ്രൂപ്പ്, ഒരു ടിപ്പ് പറഞ്ഞുതരാണ് കേട്ടോ. OH ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന ഒരു കോമ്പൗണ്ടിന്റെ നിങ്ങളടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കണം, O എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതായത് OH ആണെങ്കിൽ അതിന്റെ പേരിൽ ആരാണ് ഉണ്ടാവുന്നത്, O എന്ന് പറയുന്ന ഫങ്ഷണൽ ഐസോമർ ആണ് ഉണ്ടാവുന്നത്. ഇനി CHO ആണെങ്കിലോ അവിടെ വരുന്ന പെയർ ഏതായിരിക്കും, ഇറ്റ് മസ്റ്റ് ബി CO ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ പെയർ മനസ്സിലാക്കുക. OH ആണെങ്കിൽ ഏതാണ്, നമുക്ക് O ആണ്, ഈതേഴ്സ് ആണ് വരുന്നത്. CHO ആൽഡിഹൈഡ് ആണെങ്കിൽ നമുക്ക് ഏതാണ്, CO എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് വരുന്നത്. ഇത് രണ്ടും എന്താണ്, 2 എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സിന്റെ ഡിഫറെന്റ് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ലാസ്റ്റ് ഐസോമർ ആയിട്ടുള്ള മെറ്റാമെറിസത്തിലേക്ക് പോകണം. ഈ തന്നിരിക്കുന്നത് മെറ്റാമെറിസത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ്. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് മെറ്റാമെറിസം? ഇവിടെ എന്താണ് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? ഇവിടെ രണ്ടും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. ഇത് രണ്ടും ഏതാണ്, ഈതേഴ്സ് ആണ്. നമുക്ക് ഇവിടെ ഓക്സിജൻ കാണാം അല്ലെ? ഈ പറയുന്ന ഓക്സിജന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബൈവാലന്റ്. ബൈവാലന്റ് എന്ന് പറഞ്ഞാൽ ഈ ഓക്സിജന്റെ 2 സൈഡിലേക്കും നമുക്ക് എന്തുണ്ട്, ആൽക്കൈൻ ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലെ? ആൽക്കോക്സി ആൽക്കൈൻ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഇതിന്റെ പേര് വരെ എഴുതുന്നത്. എന്നാൽ ഇവിടെ ഈ പറയുന്ന O എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ആദ്യത്തെ കോമ്പൗണ്ടിന്റെ അകത്ത് ഈ 2ാമത്തെ കാർബൺ ആറ്റത്തിന്റെ അടുത്താണ് നമുക്ക് O എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നത്. എന്നാൽ നമ്മുടെ 2ാമത്തെ കോമ്പൗണ്ടിന്റെ അകത്തോ ആദ്യത്തെ കാർബൺ ആറ്റത്തിന്റെ അടുത്താണ് O എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അതായത് ബൈവാലന്റ് ആയിട്ടുള്ള ഈ ഓക്സിജന്റെ പൊസിഷനിൽ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെ പൊസിഷനിൽ മാറ്റം വരുന്ന ഈ പറയുന്ന എക്സാമ്പിൾ ശ്രദ്ധിക്കണം. ബൈവാലന്റ് ആയിട്ടുള്ള നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്സിന് മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ, മെറ്റാമെറിസം പറയത്തുള്ളൂ കേട്ടോ. എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറ്റം വരുമ്പോൾ നമ്മളത് പറയില്ല. ബൈവാലന്റ് ആയിട്ടുള്ള ഈ പറയുന്ന നമ്മൾ നടുക്ക് എഴുതുന്ന എക്സാമ്പിൾസ് ഇല്ലേടാ, ഈ O എഴുതാറുണ്ട്, CO എഴുതാറുണ്ട്. ഈ 2 ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വരുന്ന സമയത്താണ് ആര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, മെറ്റാമെറിസം വരുന്നത്. അപ്പൊ നോക്കുക നിങ്ങൾ, ദ ഐസോമെറിസം എക്സിബിറ്റഡ് ബൈ കോമ്പൗണ്ട്സ് വിത്ത് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഓൺ ദ ഐദർ സൈഡ് ഓഫ് ദ ബൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. അപ്പൊ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്, കോമ്പൗണ്ട്സ് വിച്ച് ആർ ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഓൺ ദ സൈഡ് ഐദർ സൈഡ് ഓഫ് ദ ബൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫോർ എൻ എക്സാമ്പിൾ, ഈ O എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ 2 സൈഡിലും നമുക്ക് എന്തുണ്ട്, ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലെ? അതേപോലെ തന്നെയാണ് CO ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളതും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് CO ആണ്. 2 സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ്സിന്റെ കൗണ്ട് നിങ്ങൾ നോക്കിക്കേ, ഡിഫറെന്റ് ആണ്. എന്നാൽ ഇവർ 2 പേരുടെയും മോളിക്കുലർ ഫോർമുല ഇറ്റ് ഈസ് എക്സാക്ട്ലി ദ സെയിം. എത്ര കാർബൺ ആറ്റം ആണ്, 5 കാർബൺ ആറ്റം ആണല്ലേ? 1 2 3 4 5. ഹൗ മെനി ഹൈഡ്രജൻ ആറ്റംസ് ആർ ദേർ? 3 4 5 6 7 8 9 10 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവുമാണ്. സോ O എന്ന് പറയുന്നതും CO എന്ന് പറയുന്നതും ബൈവാലന്റ് ആയതുകൊണ്ടാണ് മെറ്റാമെറിസം പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. അപ്പൊ ഇത്രയും ഐസോമേഴ്സ് ആണെങ്കിൽ എക്സാമിന് പല രീതിയിൽ ചോദിക്കാം. ഇതുപോലെ സ്ട്രക്ചേഴ്സ് തന്നിട്ട് ഐസോമറിക് പെയർസ് എഴുതാൻ ചോദിക്കാം അല്ലെ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ തന്ന സ്ട്രക്ചേഴ്സ് ആദ്യം നിങ്ങൾ മോളിക്കുലർ ഫോർമുല ആയിട്ട് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ മുകളിൽ ടൈം കളഞ്ഞാൽ മതി. കാരണം മോളിക്കുലർ ഫോർമുല ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് പെയർ ആക്കി മാറ്റാനും അത് ഏത് ഐസോട്ടോപ്പ് ആണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഞാൻ എന്തായാലും ചെക്ക് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ. എക്സാമിന്റെ മുന്നേ ടീച്ചർ എന്തായാലും അതിന് റെസ്പോൺസ് തന്നിരിക്കും. എക്സാം നന്നായിട്ട് എഴുതണം കേട്ടോ. അതേപോലെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഷെയർ ചെയ്യുക. അവരെടുത്ത് പറയുക ഈ ഒരു ടോപ്പിക് പഠിച്ചിട്ട് മാത്രം എക്സാം ഹോളിലേക്ക് പോവുക. ബിക്കോസ് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എക്സാം നന്നായിട്ട് എഴുതാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. ഇനി ഇങ്ങനെ എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എനിക്ക് പറയാം
ഉള്ളത്, ഇതെല്ലാതും ചോദിക്കും. മോളിക്കുലർ ഫോർമുല തന്നിട്ട് നിങ്ങളുടെ അടുത്ത് എന്താണ് അതിന്റെ ഫംഗ്ഷണൽ ഐസോമർ മെറ്റാമറിസം ഒക്കെ എഴുതാൻ ചോദിക്കും. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ വേറൊരു കോണ്ടന്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അതിന്റെ അകത്ത് നിങ്ങൾക്ക് ആ ഒരു മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ഈ കോണ്ടന്റ് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. Until then, bye bye.